ശ്രീത്ത്, അതിരൂക്ഷമായ വിമർശനം, ഒരുപക്ഷെ ആരും കരുതാത്ത വണ്ണമുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ PV അൻവർ നടത്തുകയാണ്. ഏറ്റവും ഗുരുതരമായ ആരോപണം എന്താണ്? വയനാട്ടിൽ CPM സംസ്ഥാന സെക്രട്ടറിയുമായി CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ചർച്ച നടത്തിയ ആളാണ്, അല്ലെങ്കിൽ വലതുപക്ഷത്തെ ഇടതുപക്ഷക്കാരനാണ് ഈ ആര്യാടൻ ഷൗക്കത്ത് എന്നതടക്കം കഠിനമായ വിമർശനങ്ങൾ നടത്തിയ PV അൻവർ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണോ? അങ്ങനെ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അൻവർ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2 ദിവസത്തിനകം അദ്ദേഹം UDF-ന്റെ ഭാഗമായി ഉണ്ടാകും, അൻവറിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്ന് പറയുന്നു. PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു അൻവറിന്റെ പിന്തുണ ഇത്തവണ UDF-ന് തന്നെയാണ്, തങ്ങളോടൊപ്പമാണ് അൻവർ എന്ന് പറയുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ചില ലീഗ് നേതാക്കളെയൊക്കെ അൻവർ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പള്ളിയിലെ നമസ്കാരത്തിനൊക്കെ ശേഷമാണ് ഒതായിലെ ഈ തറവാട്ട് വീട്ടിലേക്ക് എത്തിച്ചേർന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അൻവറിന്റെ ഭാഗത്ത് ആര്യാടൻ ഷൗക്കത്തിനെ, ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇത്ര രൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആര്യാടൻ ഷൗക്കത്ത് ഈ പിണറായിത്തെ എതിർക്കാൻ പറ്റിയ, ചെറുത്തു തോൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജനകീയതയും അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാമല്ലോ എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരായ രൂക്ഷമായ വിമർശനം ഒരു പടി കൂടി കടന്ന് അത് CPIM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചു. വയനാട്ടിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ചർച്ച നടത്തി. ഇത് കൂടാതെ ഇത് ഏതാണ്ടൊരു ട്രാക്കിലേക്ക് വന്ന സമയത്ത് മുഴുവൻ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഒരുമിച്ചെതിർത്തു. അതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത് എന്ന് ഇന്ന് പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നലെ വരെ UDF-നോടൊപ്പം ഏതു ചെകുത്താൻ വന്ന സ്ഥാനാർത്ഥിയായാലും താൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ PV അൻവർ പറഞ്ഞു വെക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് VS ജോയ്ക്ക് വേണ്ടിയുള്ള വല്ലാത്ത തോതിലുള്ള ഒരു വാദം, ഈ തീർത്തും ഗ്രാമപ്രദേശത്തെ ഒരു മലയോര കർഷക കുടുംബത്തിൽ ജനിച്ച VS ജോയ്ക്ക് കോൺഗ്രസിൽ ഗോഡ്ഫാദർ ഇല്ല, പണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അപ്പോഴാണ് കൈപിടിച്ചുയർത്തിയത്.